ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് USSന് ബേസിക് സയൻസിലെ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ഗെറ്റ് ഫ്ലവേഴ്സ് ഓഫ് മെനി കളേഴ്സ് ഫ്രം എ പ്ലാന്റ്? ഓപ്ഷൻ എ ബഡ്ഡിംഗ്, ബി ഗ്രാഫ്റ്റിംഗ്, സി ലെയറിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഹൈബ്രിഡൈസേഷൻ. അതായത് നമ്മുടെ ഒരു പ്ലാന്റിൽ തന്നെ പല പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, തന്നിട്ടുള്ളതിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ബഡ്ഡിംഗ് ആണ്. ഓപ്ഷൻ എ ബഡ്ഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം നമുക്ക് സെയിം പ്ലാന്റിൽ തന്നെ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ ബഡ്ഡിംഗ് എന്ന മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ദ ഇൻ്റർനാഷണൽ ലെവൽ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇൻ ദ ഇൻ്റർനാഷണൽ ലെവൽ എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ ഇ ബോർലോഗ്, സി മസനോബു ഫുക്കുവോക്ക ആൻഡ് ഡി സുഭാഷ് പലേക്കർ. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡോക്ടർ നോർമൻ ഇ ബോർലോഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻ്റർനാഷണൽ ലെവൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് വരുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ നോർമൻ ഇ ബോർലോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്രോപ്സ് ഹൈബ്രിഡ് വെറൈറ്റി ഈസ് പ്രിയങ്ക? പ്രിയങ്ക ഏത് ക്രോപ്പിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്? ഓപ്ഷൻസ് എ ബിറ്റർ ഗോഡ്, ബി ടൊമാറ്റോ, സി പീ ആൻഡ് ഡി ലേഡീസ് ഫിംഗർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ബിറ്റർ ഗോഡ് ആണ്. നമ്മുടെ പാവയ്ക്കയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് പ്രിയങ്ക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്രോപ്സും അതേപോലെ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസും തന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് മാക്സിമം പറ്റണ അത്രയും എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ്? CTCRI എന്നും ഇതിനെ ഷോർട്ട് ഫോമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൂടെ നിങ്ങൾക്ക് കിട്ടുവാണ്. ഇപ്പോൾ CTCRI അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. എ മണ്ണുത്തി, ബി ശ്രീകാര്യം, സി കോഴിക്കോട്, ഡി കോട്ടയം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ശ്രീകാര്യമാണ് കറക്റ്റ് ആൻസർ. ശ്രീകാര്യത്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ശ്രീകാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഹൂം ഈസ് ZBNF റിലേറ്റഡ്? ഓപ്ഷൻ എ മീത പട്കർ, ബി MS സ്വാമിനാഥൻ, സി ഫുക്കുവോക്ക ആൻഡ് ഡി സുഭാഷ് പലേക്കർ. അപ്പോൾ ഇതിൽ ആരുമായിട്ടാണ് ZBNF റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സുഭാഷ് പലേക്കർ. ZBNF എന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ ക്വസ്റ്റ്യനിൽ കിട്ടി. എന്താണ് ZBNFൻ്റെ ഫുൾ ഫോം? എന്താണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. അപ്പോൾ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് സുഭാഷ് പലേക്കർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a microbial fertilizer? Option A earthworm compost, B wormy wash, C azolla, D neem cake. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്? നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ട്, ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്, അതേപോലെ തന്നെ മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉണ്ട്. ഇതിൽ ഏതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് ഒരു എക്സാമ്പിളാണ് അസോള. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, അസോള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. അപ്പോൾ മണ്ണില്ലാതെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സിന് വളർത്താനായിട്ട് മണ്ണില്ലാതെയും സാധിക്കും. അതിൽ ആ ഒരു കൾട്ടിവേഷൻ്റെ പേരാണ് നമ്മൾ ഓപ്ഷൻസ് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എ ഹൈഡ്രോപോണിക്സ്, ബി ടിഷ്യൂ കൾച്ചർ, സി സെറികൾച്ചർ ആൻഡ് ഡി എപ്പികൾച്ചർ.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ, ഹൈഡ്രോപോണിക്സ്. ഈ ഹൈഡ്രോപോണിക്സിൽ പ്ലാന്റ്സിനെ വളർത്തുന്നത് വെള്ളത്തിലാണ്. ഈ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൾട്ടിവേഷന് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് റൈറ്റ് ആൻസർ? ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക് ഈസ് എ കൾട്ടിവേഷൻ വിതൗട്ട് സോയിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ കാർഡമം റിസർച്ച് സെൻറ്റർ ഓഫ് കേരള സിറ്റുവേറ്റഡ്? ഏലക്കയാണ്, കാർഡമം എന്ന് പറഞ്ഞാൽ ഏലക്ക. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ അമ്പലവയൽ, ബി പാമ്പാടുംപാറ, സി പന്നിയൂർ, ഡി വെള്ളാനിക്കര. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, പാമ്പാടുംപാറയിലാണ് കാർഡമം റിസർച്ച് സെൻറ്റർ ഓഫ് കേരള സിറ്റുവേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു വിച്ച് ക്രോപ്പ് ആർ ദ ഹൈബ്രിഡ് വെറൈറ്റീസ് അംബ്ലി, സുവർണ ആൻഡ് സാരസ് ഈസ് റിലേറ്റഡ്? അപ്പോൾ വീണ്ടും ഹൈബ്രിഡ് വെറൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എനിക്കൊന്നു റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മിക്കവാറും ഈ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ അമ്പിളി, സുവർണ, സാരസ് ഇതൊക്കെ ഏത് ക്രോപ്പുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻസ് നോക്കാം. എ ലേഡീസ് ഫിംഗർ, ബി ടൊമാറ്റോ, സി ബിറ്റോഗോഡ്, ഡി പംകിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി പംകിൻ. അപ്പോൾ നമ്മുടെ മത്തങ്ങയില്ലേ, അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അമ്പിളി, സുവർണ, സാരസ് എന്നിവ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്? നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? ഓപ്ഷൻസ്: എ ഫോസ്ഫറസ്, ബി പൊട്ടാഷ്യം, സി നൈട്രജൻ ആൻഡ് ഓപ്ഷൻ ഡി സൾഫർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നൈട്രജൻ. സോ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇലമെൻ്റ് ആണ് നൈട്രജൻ. നൈട്രജൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ. ഓക്കെ, ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ദ സിമ്പൽ ഓഫ് ദ എലമെൻറ്റ് നൈട്രജൻ? ദാറ്റ് ഈസ് ക്യാപിറ്റൽ എൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ പീ വെറൈറ്റി ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോൺലെസ് മീറ്റ്. അപ്പോൾ പീ വെറൈറ്റി നമ്മുടെ ഏതോ ഒരു പയർവർഗ്ഗമാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് ബോൺലെസ് മീറ്റ്. അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓപ്ഷൻ എ കൗപ്പി, ബി ഗ്രീൻ ഗ്രാം, സി ഗ്രൗണ്ട് നട്ട് ആൻഡ് ഡി സോയാബീൻ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സോയാബീൻ. ബോൺലെസ് മീറ്റ് എന്നറിയപ്പെടുന്നത് സോയാബീൻ. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് NPK മിക്സ്ചേഴ്സ്. NPK മിക്സ്ചേഴ്സ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ NPK മിക്സ്ചർ. NPK മിക്സ്ചറിൽ കാണപ്പെടുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. എ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ബി നൈട്രജൻ, പൊട്ടാഷ്യം, കാൽഷ്യം, സി നൈട്രജൻ, പ്ലാറ്റിനം, കാൽഷ്യം, ഡി നിക്കൽ, ഫോസ്ഫറസ്, കാൽഷ്യം. അപ്പോൾ NPK മിക്സ്ചർ, ഈ NPK ഇതിന് മൂന്നിനും ഫുൾ ഫോം ഉണ്ട് കേട്ടോ. N എന്ന് പറഞ്ഞാൽ അത് നൈട്രജനെ സൂചിപ്പിക്കുന്നു, P എന്ന് പറഞ്ഞാൽ അത് ഫോസ്ഫറസിനെ സൂചിപ്പിക്കുന്നു, അതേപോലെ K എന്ന് പറയുന്നത് പൊട്ടാഷ്യത്തിനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. ഈ പൊട്ടാഷ്യത്തിൻ്റെ കെമിക്കൽ സിമ്പൽ എന്ന് പറയുന്നത് K ആണ്. സോ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? എ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. NPK മിക്സ്ചറിലെ ഫാക്ടേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് കോട്ടൺ. കോട്ടൺ എവിടെയാണ് ഉണ്ടായത്? ഓക്കെ, ആദ്യം കോട്ടൺ യൂസ് ചെയ്ത് തുടങ്ങിയത് ഏത് രാജ്യത്തെ ആൾക്കാരാണ്? ഓപ്ഷൻ എ ചൈന, ബി ബർമ, സി മലേഷ്യ ആൻഡ് ഡി ഇന്ത്യ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലാണ് കോട്ടൻ്റെ ഒറിജിൻ. ഓക്കെ, ഇന്ത്യയിൽ നിന്നാണ് കോട്ടൺ ഒറിജിൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ത്രൂ ടിഷ്യൂ കൾച്ചർ വി ഗെറ്റ് ഡാഷ്. ഓപ്ഷൻ എ hybrid varieties, B highly disease resistant varieties, C varieties suitable for climate change and D seedlings having the same qualities of mother plant. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ കൂടെ നമ്മൾ പുതിയ പ്ലാന്റ്ലെറ്റ്സിനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? പുതിയൊരു ചെടീനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ ഈ വട്ടം പഠിച്ചതാണ്. ടിഷ്യൂ കൾച്ചർ വഴിയാണ് നമ്മളൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ് തന്നെ കാണും. സോ ഇവിടെ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി.
Through tissue culture, we get seedlings having the same qualities of mother plant. മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി, അതേ ഗുണങ്ങളുള്ള പുതിയൊരു പ്ലാന്റിനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ബോൺ മീൽ ഈസ് അപ്ലൈഡ് ടു പ്ലാന്റ്സ് ഫോർ ഗെറ്റിംഗ് വിച്ച് ന്യൂട്രിയൻറ്റ്? ബോൺ മീൽ ഈസ് അപ്ലൈഡ്. നമുക്കറിയാം പ്ലാന്റ്സിന് വളമായിട്ട് ബോൺ മീൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ബോൺ മീൽ എന്തിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാൻ. ഏത് എലമെൻ്റ് ആണ് ബോൺ മീലിൽ നിന്നും പ്ലാന്റ്സിന് കിട്ടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. എ നൈട്രജൻ, ബി പൊട്ടാഷ്യം, സി ഫോസ്ഫറസ് ആൻഡ് ഡി കാൽഷ്യം. ഏതാണ് കറക്റ്റ് ആൻസർ? ഫോസ്ഫറസ്. ഓപ്ഷൻ സി ആണ്. ബോൺ മീൽ നമ്മൾ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? അതിന് ആവശ്യത്തിന് ഫോസ്ഫറസ് കിട്ടാനായിട്ടാണ്. നമുക്കറിയാം ഈ ബോൺ മീൽ ഈസ് റിച്ച് ഇൻ ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന എലമെൻറ്റ് ബോൺ മീലിൽ കാണപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെയിൻ വാട്ടർ ഹാർവസ്റ്റ് മെത്തേഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ കേരള ഗവൺമെൻറ്. അപ്പോൾ മഴവെള്ള സംരക്ഷണ പദ്ധതി, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ മഴവെള്ള സംരക്ഷണ പദ്ധതിയുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ വർഷം, ബി ജലം, സി വാട്ടർ, ഡി ഹൃദയം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ വർഷ. ഓക്കെ, ഓപ്ഷൻ എ വർഷ ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ മഴവെള്ള സംഭരണ പദ്ധതിയുടെ പേരാണ് വർഷ. ഇനി ഇത് മറക്കില്ലല്ലോ, വർഷ. അടുത്ത ചോദ്യം നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ 2015 ഫോർ എൻകറേജിങ് ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ നമ്മുടെ ദേശീയ തലത്തിലും അതായത് സെൻട്രലിലും നമ്മുടെ സംസ്ഥാന തലത്തിലും 2015 ഓർഗാനിക് ഫാമിംഗ് എൻകറേജ് ചെയ്യാനായിട്ട് ഒരു പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ പേരാണ് പരമ്പരാഗത് കൃഷി വികാസ് യോജന. ഓക്കെ, പരമ്പരാഗത് കൃഷി വികാസ് യോജന ഓർത്ത് വെച്ചേക്കൂ. ഇതെന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും 2015 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്? ഓർഗാനിക് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് പരമ്പരാഗത് കൃഷി വികാസ് യോജന. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ വാസ് സെലിബ്രേറ്റഡ് ഓൺ. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ 2012, ബി 2010, സി 2015 ആൻഡ് ഓപ്ഷൻ ഡി 2013. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 2015 ആണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എവ്രി ഇയർ വേൾഡ് സോയിൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. എന്നാണ് അന്താരാഷ്ട്ര മണ്ണുദിനം? ലോക മണ്ണ് ദിനം എന്നാണ്? ഓപ്ഷൻ എ ഏപ്രിൽ 2, ബി ജനുവരി 5, സി ഡിസംബർ 1 ആൻഡ് ഡി ഡിസംബർ 5. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഡിസംബർ 5 ആണ് ലോക മണ്ണ് ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അന്താരാഷ്ട്ര മണ്ണ് വർഷം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ഏത് വർഷമായിരുന്നു? 2015. ഓക്കെ, അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും കൂടി ഒന്ന് പോയിൻ്റ് ആയിട്ട് പറയണമെന്നേ ഉള്ളൂ. NPK ഫർട്ടിലൈസറിൽ അടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഇതിനൊരിക്കലും മറക്കില്ലല്ലോ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, NPK. അടുത്തത് ബോൺ മീൽ നമ്മൾ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യുന്നത് ഫോസ്ഫറസ് ലഭിക്കാനായിട്ടാണ്. ബോൺ മീൽ ഇസ് ഗിവൺ ടു ക്രോപ്സ് ടു ഗെറ്റ് ഫോസ്ഫറസ്. അടുത്ത ക്വസ്റ്റ്യൻ, എലമെൻറ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ചില എലമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ പ്ലാന്റ്സിന് ചെറിയ ചെറിയ അളവിൽ ആവശ്യമുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. സിങ്ക്, മാംഗനീസ്, കോപ്പർ, ബോറോൺ. ഏതൊക്കെയാണ്? സിങ്ക്, മാംഗനീസ്, കോപ്പർ, ബോറോൺ. അടുത്ത ഒരു കാര്യം കൂടി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസം ദാറ്റ് മേക്സ് സോയിൽ ഫെർട്ടൈൽ ഈസ് എർത്ത് വോം. നമ്മുടെ മണ്ണിരയില്ലേ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. നമ്മുടെ സോയിലിനെ ഫെർട്ടൈൽ ആക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് എർത്ത് വോം അഥവാ മണ്ണിര. ഈ മണ്ണിരയ്ക്ക് ഒരു പേരും കൂടെ ഉണ്ട്, കർഷക മിത്രം എന്നും മണ്ണിര അറിയപ്പെടുന്നു. ദ എർത്ത് വോം ഈസ് ഓൾസോ നോൺ ആസ് കർഷക മിത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.